ഇസ്രായേൽ പൂർണ്ണമായി പിന്മാറാതെ ഗസയിലെ വെടിനിർത്തൽ പൂർണ്ണമാകില്ലെന്ന് ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ഥാനി പറഞ്ഞു. ഇന്ന് ആരംഭിച്ച ദോഹ ഫോറത്തിലാണ് പ്രതികരണം. വിവിധ രാഷ്ട്രത്തലവന്മാരും നയതന്ത്ര വിദഗ്ധരും പങ്കെടുക്കുന്ന 2 ദിവസത്തെ ദോഹ ഫോറം ഖത്തർ അമീർ ഉദ്ഘാടനം ചെയ്തു. Ceasefire cannot be completed unless there is a full withdrawal of the Israeli forces, there is stability back in Gaza people. ഗസ വെടിനിർത്തൽ ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിലാണെന്ന് വ്യക്തമാക്കിയ ഖത്തർ പ്രധാനമന്ത്രി ഇതൊരു വെടിനിർത്തലായി കണക്കാക്കാനാകില്ലെന്നും ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിന്മാറാതെ വെടിനിർത്തൽ പൂർത്തിയാക്കാനാകില്ലെന്നും കൂട്ടിച്ചേർത്തു. US, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായി ഒക്ടോബർ 10 നിലവിൽ വന്ന കരാറിലൂടെ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള 2 വർഷം നീണ്ട പോരാട്ടത്തിന് ഏറെക്കുറെ വിരാമമായിട്ടുണ്ട്. കരാറിന്റെ 2ാം ഘട്ടത്തിൽ ഇസ്രായേൽ ഗസയിലെ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് പിന്മാറുകയും ഒരു ഇടക്കാല ഭരണം ഏറ്റെടുക്കുകയും ചെയ്യും. ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനെ പ്രദേശത്ത് വിന്യസിക്കാമെന്നും 2ാം ഘട്ട കരാറിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. തുർക്കി, ഈജിപ്ത്, US എന്നിവരുമായി ചേർന്ന് കരാറിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുമെന്നും കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ സംഭവിച്ച കാര്യങ്ങൾ മാത്രം പരിഹരിച്ചാൽ മതിയാകില്ലെന്നും നീതി ഉറപ്പാക്കുന്ന ശാശ്വത പരിഹാരമാണ് ആവശ്യമെന്നും ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ഥാനി പറഞ്ഞു. ഫോറത്തിൽ സംസാരിച്ച തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാൻ സേനയെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും അതിന്റെ ഘടനയെക്കുറിച്ചും ഏതൊക്കെ രാജ്യങ്ങൾ ഭാഗമാകുന്നു തുടങ്ങിയ നിർണായക ചോദ്യങ്ങൾ നിലനിൽക്കുകയാണെന്നും വിശദീകരിച്ചു. എന്നാൽ ഫലസ്തീനികളെ ഇസ്രായേലിൽ നിന്ന് വേർതിരിക്കുകയായിരിക്കണം പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. സമാധാന ചർച്ചകളിൽ വിശ്വസ്തയോടെ ഭാഗമാകുക എന്നതാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള പ്രായോഗിക മാർഗമെന്നും ഫിദാൻ കൂട്ടിച്ചേർത്തു. മൈക്രോസോഫ്റ്റിന്റെ സഹസ്ഥാപകനും പ്രമുഖ വ്യവസായിയുമായ ബിൽ ഗേറ്റ്സ് ഫോറത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി. നീതി ഉറപ്പാക്കൽ പുരോഗതിയിലേക്ക് എന്ന പ്രമേയത്തിൽ ഇന്നും നാളെയുമായി നടക്കുന്ന ദോഹ ഫോറത്തിൽ 6000-ലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. അൻവർ പാലേരി, 24 ദോഹ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.